ആത്മഹത്യ ചെയ്ത ബി.ജെ.പി. ജില്ലാ ജനറൽ സെക്രട്ടറി തിരുമല അനിലിനെ തള്ളിപ്പറഞ്ഞ് ബി.ജെ.പി. നേതൃത്വം. അനിൽ സഹകരണ സംഘം നടത്തിയത് വ്യക്തിപരമായെന്ന് മുൻ സംസ്ഥാന പ്രസിഡന്റ് വി മുരളീധരൻ. വായ്പ നൽകിയത് അനിലിന് വേണ്ടപ്പെട്ടവർക്കെന്നും മുരളീധരൻ. സഹകരണ സംഘവുമായി ബി.ജെ.പിക്ക് ബന്ധമില്ലെന്നായിരുന്നു ജില്ലാ പ്രസിഡന്റ് കരമന ജയന്റെ പ്രതികരണം. അതേസമയം ബി.ജെ.പി. നേതൃത്വത്തിന്റെ നിലപാടിൽ പ്രവർത്തകർക്കിടയിൽ കടുത്ത അമർഷം പുകയുകയാണ്. ബി.ജെ.പി. തിരുവനന്തപുരം ജില്ലാ ജനറൽ സെക്രട്ടറിയും കോർപ്പറേഷൻ കൗൺസിലറുമായ തിരുമല അനിലിനെ മരണത്തിനു ശേഷവും കൈയൊഴിയുകയാണ് ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം. സംഘത്തിലൂടെ വായ്പ നൽകിയത് അനിലിന് വേണ്ടപ്പെട്ടവർക്കെന്നായിരുന്നു ബി.ജെ.പി. മുൻ സംസ്ഥാന അധ്യക്ഷൻ വി മുരളീധരന്റെ പരാമർശം. അദ്ദേഹം ഒരു സഹകരണ സംഘം നടത്തുന്നു. ആ സഹകരണ സംഘത്തിൽ വായ്പ കൊടുക്കുന്ന എല്ലാവരും അത് സഹകരണ സംഘത്തിലെ അംഗങ്ങളായിരിക്കും. അംഗങ്ങളായിട്ടുള്ള ആളുകൾ തിരിച്ചടക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് കൊടുക്കുന്നത്. ആൾക്കാരൊക്കെ അവർക്ക് ആ പ്രസിഡന്റിന് വേണ്ടപ്പെട്ട ആളായിരിക്കും. ബി.ജെ.പിയുടെ ബാങ്ക് അല്ലെന്നും ഇക്കാര്യം ബി.ജെ.പി. ചർച്ച ചെയ്യേണ്ടതില്ലെന്നുമായിരുന്നു ജില്ലാ പ്രസിഡന്റ് കരമന ജയന്റെ പ്രതികരണം. ഇത് ഔദ്യോഗികപരമായിട്ട് ബി.ജെ.പിയുടെ ബാങ്കല്ല. അദ്ദേഹം വ്യക്തിപരമായി പ്രസിഡന്റായിട്ടുള്ളൊരു ബാങ്കാണ്. അദ്ദേഹം ബി.ജെ.പിയുടെ ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യവും ഇതിനകത്തില്ല. അങ്ങനെ ഒരു ചർച്ച ബി.ജെ.പിയുടെ ജില്ലാ കമ്മിറ്റിക്കകത്ത് ഉണ്ടായിട്ടില്ല. എന്നാൽ മാധ്യമങ്ങൾ ആവർത്തിച്ച് ചോദിച്ചതോടെ മുരളീധരന്റെ മലക്കം മറിച്ചിൽ. ബി.ജെ.പിയുടെ ജനറൽ സെക്രട്ടറിക്ക് വ്യക്തിപരമായി സംഘങ്ങൾ നടത്താനും വായ്പ കൊടുക്കാനും ബാധ്യത വരുത്താനും അതിന്റെ അല്ല വ്യക്തിപരമായിട്ടല്ലല്ലോ നടത്തുന്നത്. അല്ലല്ല അതാ പറഞ്ഞത്. ഞാൻ പറയുന്നത് നിങ്ങൾ വാക്കുകൾ വളച്ചൊടിക്കരുത്. അല്ലല്ല നിങ്ങൾ വാക്കുകൾ വളച്ചൊടിക്കരുത്. ഞാൻ പറഞ്ഞത് അതിന്റെ അർത്ഥം എന്താണെന്നാണ് അതിന്റെ അർത്ഥമാണ് ഞാൻ പറഞ്ഞത്. കൈരളിയുടെ മാധ്യമപ്രവർത്തകയോട് രാജീവ് ചന്ദ്രശേഖർ അധിക്ഷേപകരമായി സംസാരിച്ചത് പ്രവർത്തകൻ മരിച്ചതിന്റെ വിഷമത്തിലെന്നായിരുന്നു വിശദീകരണം. എന്നാൽ സംസ്ഥാന പ്രസിഡന്റിന് ഒപ്പം നിന്നവർ പൊട്ടിച്ചിരിച്ച് മാധ്യമപ്രവർത്തകരെ കളിയാക്കുകയായിരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയപ്പോൾ മറുപടി ഇങ്ങനെ. ഞാൻ കണ്ടിട്ടില്ല. സങ്കടമായിരുന്നില്ല കൂടി നിന്ന ആളുകളുടെ മുഖത്തുണ്ടായിരുന്നത്. ആ റിപ്പോർട്ടറെ കളിയാക്കിക്കൊണ്ട് അത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ദൃശ്യമൊന്നും കണ്ടിട്ടില്ല. നിങ്ങൾ പറയുന്നത് അറിയാം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.